Good morning. ചോദിച്ചത് തന്നെയുള്ള അല്ലെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? മഴയൊക്കെ ഉണ്ടോ? ഇത് നല്ല മഴയാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെയൊക്കെ ഇന്നലെ ഇന്നൊക്കെ നല്ല മഴയായിരുന്നു. മഴയുണ്ട് അല്ലേ? ഓക്കെ, യെസ്. ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ട് അല്ലേ? ഓക്കെ, നല്ല മഴയാണ് അല്ലെ? ഇവിടെ അതെ നല്ല മഴയായിരുന്നു. ഇപ്പൊ ഒന്ന് തോർന്നു നിൽക്കുക കേട്ടോ. അപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നലെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഭയങ്കര മഴയാണ്, അതിലൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ കുറഞ്ഞേക്കാണ്, നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്? ഫാർമസി അല്ലെ? ഫാർമസി. അപ്പോ എന്താണ്? ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, 4 പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് ആണ് അല്ലെ? ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 2 പോയിന്റ്സ് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ എന്താണ്? മരുന്നുകളുടെ ആവശ്യകത മുൻകൂട്ടി കാണുക. ആ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അല്ലെ, അത് മുൻകൂട്ടി കാണുക, അത് പർച്ചേസ് ചെയ്യുക, അത് റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ പരിശോധന നടത്തുക, ക്വാളിറ്റി ടെസ്റ്റ് നടത്തുക, സ്റ്റോറേജ് നടത്തുക, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, വിതരണം ചെയ്യുക. പേജ് നമ്പർ 1 ഇട്ട് കൊടുത്തേ. ഒന്നാമത്തെ പേജ് അല്ലേ? അതന്നെ. ഓക്കെ, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യുക, അത് വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, വിതരണം ചെയ്യുക. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഫാർമസിയിലേക്ക് മെഡിസിൻസ് ഒക്കെ കൊണ്ടുവരുന്ന, സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിൽ വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയേഴ്സിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ, പ്രിസ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശിക്കുക. പ്രിസ്ക്രൈബിംഗ്, എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ. ആ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതിന്റെ എസ്റ്റിമേറ്റ്, അതായത് ഏകദേശ കണക്ക് അല്ലെങ്കിൽ അളവ്, എത്ര വേണം അല്ലെ, അത് പ്രിസ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശിക്കുക. എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻ. ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അതിന്റെ ഏകദേശ കണക്ക് അല്ലെങ്കിൽ അതിന്റെ അളവ്, എത്ര അളവിൽ വേണം, അല്ലെങ്കിൽ എത്ര എണ്ണം വേണം, അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക, നിർദ്ദേശിക്കുക. നെക്സ്റ്റ് നോക്കിയേ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. അപ്പൊ എന്താ? മരുന്നിന്റെയൊക്കെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, വില, സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് അത് നമുക്ക് കിട്ടുന്ന സോഴ്സ്, ഡ്രഗ് റിയാക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം സൂക്ഷിക്കുക, കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ സൂക്ഷിക്കുക. കീപ്പിംഗ് ഇൻഫർമേഷൻ, എന്തിനെ കുറിച്ചുള്ള വിവരങ്ങളാ? ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ സൂക്ഷിക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ്. ഇനി ഗുണനിലവാര നിയന്ത്രണം, ഇതിന്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസ്, പർച്ചേസ് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ, അതുപോലെ മാനുഫാക്ചർ ചെയ്ത, അവിടെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്ട്സ്, അതിന്റെയൊക്കെ ക്വാളിറ്റി, അതൊക്കെ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. പർച്ചേസ് ചെയ്തിട്ടുള്ള, ഇനി അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള, നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് മെഡിസിൻസ്, അതിന്റെയൊക്കെ ഗുണനിലവാരം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക, പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അടുത്ത നോക്കിയേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദ വാർഡ്സ്. വാർഡിലേക്ക് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ? വിതരണം ചെയ്യുക. വാർഡുകളിലേക്ക് മെഡിസിൻസ് വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ തന്നെയാട്ടോ. അതായത് OP-യിൽ വരുന്ന പേഷ്യൻസ് ഇല്ലേ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OP-യിൽ വരുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊക്കെ വിതരണം ചെയ്യുക.
ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞാലും മെഡിസിൻസ് തന്നെയാണ് കേട്ടോ, മരുന്നുകളാണ്. ടു ആർക്ക് ഔട്ട് പേഷ്യൻസ്, ഒപിയിൽ വരുന്ന പേഷ്യൻസിന് മരുന്നുകളൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അടുത്ത സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസിന്റെ ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക, ഒരു സെന്ററായി പ്രവർത്തിക്കുന്ന, അതായത് മെഡിസിൻസിന്റെ ഒക്കെ ഉപയോഗം, അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തുന്ന ഒരു സോഴ്സ് ആയിട്ട്, ഒരു സെന്റർ ആയിട്ട്, ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ. Drug information sources in hospital. Okay. അതെന്ന് വെച്ചാൽ അപ്പൊ ഇതിലെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിലെ ആ മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടില്ലേ, അതിന്റെ ഹോസ്പിറ്റലിലേക്കുള്ള മരുന്നുകൾ, അതിന്റെ സോഴ്സിനെ കുറിച്ചുള്ള എന്താ പറയാ, ഒരു ഉറവിടമായിട്ട് അല്ലെങ്കിൽ അതിന്റെയും ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാന്നാട്ടോ. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ ആ മരുന്നുകളൊക്കെ കിട്ടുന്ന സോഴ്സ് ഇല്ലേ, അതിന്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. ഇനി അടുത്ത നോക്കിയേ, സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. സെന്റർ എന്ന് വെച്ചാൽ കേന്ദ്രമാകുക, ഡ്രഗിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് മരുന്നുകൾ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് തന്നെ കേട്ടോ, മരുന്നുകളുടെ ഉപയോഗത്തിന്റെയും അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക, കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, അപ്പൊ മരുന്നുകളുടെ ഉപയോഗം, അതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സോഴ്സ്, റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ട് അവിടെ പ്രവർത്തിക്കുക. Then bring in each practice recommendation of the pharmacy and the therapeutic committee. ഇനി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ, അവരുടെ ശുപാർശകള് കൊണ്ടുവരിക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഈ മരുന്നുകൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതൊക്കെ മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിസിൻസിന്റെ ഒക്കെ സൂക്ഷ്മമായിട്ടുള്ള ഉപയോഗം, നല്ല സുരക്ഷിതമായിട്ടുള്ള മെഡിസിൻസിന്റെ ഒക്കെ സേഫ് ആയിട്ടുള്ള ആ ഒരു ഉപയോഗം, മരുന്നുകളെ കുറിച്ചുള്ള നയങ്ങള്, പോളിസികള്, ഇതൊക്കെ അതിനെ കുറിച്ചുള്ള ഒരു ഫോർമുലകളൊക്കെ വികസിപ്പിക്കുന്ന, അതായത് ഹോസ്പിറ്റലിലുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, ഇപ്പൊ ഫാർമസിയിലാണെങ്കിലും ഏതൊക്കെ മരുന്നുകൾ വേണം, ആ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നതാരാ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അത് അവിടെ ഡീറ്റെയിൽ ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ് എന്നൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ. അപ്പൊ അന്നേരം നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതായത് ഹോസ്പിറ്റലില് ഏതൊക്കെ, ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ ഉൾപ്പെടുത്തണം, ഇനിയിപ്പോ ഏതൊക്കെ മരുന്നുകൾ ഡ്രഗ് ലിസ്റ്റിന്ന് അത് നമ്മൾ അവിടെ നിന്ന് കളയണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകളൊക്കെ കീപ്പ് ചെയ്യണം എന്നൊക്കെ ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ആ കമ്മിറ്റി മീറ്റിംഗ് കൂട്ടി അതനുസരിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യണം, അത് പ്രായോഗികമാക്കുക, അല്ലെ, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിയ പേഷ്യന്റ് കൗൺസിലിംഗ്. ഇനി പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ്? എന്തുമായിട്ടാ? മരുന്നുകളൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അല്ലെ? അപ്പൊ മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡ്രഗ് റിയാക്ഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് എന്ത് ചെയ്യണം, ശരിക്കും അറിവുണ്ടാവില്ല. അപ്പൊ അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. പേഷ്യൻസ് കൗൺസിലിംഗ്, അതും ഏതിന്റെ ഫംഗ്ഷൻ ആണ്? ഈ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. മരുന്നുകൾ എങ്ങനെ കഴിക്കണം, അതെങ്ങനെ മരുന്നുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ എന്താണ് ഒരു ഫാർമസിയുടെ ഒരു പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ വരുന്ന.
Keep liaison between medical, nursing and patient. ഇനി എന്ത് liaison എന്ന് പറഞ്ഞ എന്താ ബന്ധം ബന്ധം കീപ്പ് ചെയ്യുക സൂക്ഷിക്കുക ആരൊക്കെ തമ്മില് മെഡിക്കൽ നേഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ് മെഡിക്കൽ ആയിട്ടുള്ള നേഴ്സിംഗ് ഫീൽഡിൽ നിന്നുള്ള പേഷ്യന്റുമായിട്ടൊക്കെ എന്താണ് ഒരു നല്ലൊരു ബന്ധം നിലനിർത്തുക ഇതെല്ലാം ഫാർമസിയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ് അപ്പൊ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തരം മെഡിസിൻസ് ഡ്രഗ്സ് മെഡിക്കമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെ മെഡിസിൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം ഫാർമസിയുടെ ഫങ്ഷൻസിൽ വരുന്നതാണെന്ന് നമുക്ക് വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ക്ലിയർ ആണോ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കിയ പോയിന്റ്സ് ഓക്കെ ആണോ സംഗീത ഗംഗ അനുശ്രീ ഓക്കെ ആണോ പോയിന്റ്സ് നമുക്കത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യണതാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ അല്ലെ അതാ ഞാൻ പറഞ്ഞത് മെഡിസിൻസ് എന്നൊക്കെ ഇവിടെ വരുമ്പോ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഫാർമസിയുടെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഔട്ട് പേഷ്യന്റിന് മെഡിക്കമെന്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക ഹോസ്പിറ്റലിലേക്കുള്ള ഒരു സോഴ്സ് ആയിട്ട് മരുന്നുകളെ കുറിച്ചുള്ള സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഏകദേശം ഡ്രഗ്സ് മെഡിസിൻസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫാർമസിയുടെ ഫങ്ഷൻസിൽ വന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഫാർമസി ചെയ്യുന്നത് നോക്കിയേ ടു മേക്ക് ഷുവർ ദാറ്റ് സെവൻത് പോയിന്റ് ഒന്ന് പറയണോ ഓക്കെ പറയാട്ടോ ഞാനൊന്ന് എഴുതി എടുക്കട്ടെ കേട്ടോ ഇവിടെ നമ്പർ ഇല്ലല്ലോ 1 2 3 4 5 6 7 എന്താണ് സെവൻത് പോയിന്റിൽ പറഞ്ഞേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞ മെഡിസിൻ തന്നെയാണ് കേട്ടോ മരുന്നുകൾ തന്നെയാണ് ആർക്ക് ടു ഔട്ട് പേഷ്യൻസ് ഒ പിയിൽ വരുന്ന പേഷ്യൻസ് ഇല്ലേ ഔട്ട് പേഷ്യൻസ് അവർക്ക് മരുന്നുകൾ വിതരണം ചെയ്യുക അത് ഫാർമസിയിലല്ലേ നമ്മൾ എവിടെ പോയാ മരുന്ന് മേടിക്കുന്നേ ഫാർമസിയിലല്ലേ ഇപ്പൊ നമ്മള് എന്താ പറയാ ഡോക്ടറിനെ കണ്ടു ജസ്റ്റ് ഓപ്പിയിൽ പോയി നമ്മൾ കണ്ടു ഡോക്ടർ മരുന്ന് അവിടെ പ്രിസ്ക്രൈബ് ചെയ്തു നമ്മൾ എവിടെയെന്നാ മരുന്നുകളൊക്കെ കളക്ട് ചെയ്യുന്നേ എവിടെന്നാ ഫാർമസിന്നല്ലേ ഫാർമസി ചെല്ലുമ്പോ ഫാർമസി എന്ത് ചെയ്യും ഔട്ട് പേഷ്യന്റിനൊക്കെ മരുന്നുകൾ തരൂലേ ഫാർമസിന്ന് ഓക്കെ ലിയേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബന്ധം എന്നാണ് കേട്ടോ ബന്ധം ആരൊക്കെ മെഡിക്കൽ നേഴ്സിംഗ് പേഷ്യന്റ് മെഡിക്കൽ ഫീൽഡിലുള്ളവര് നേഴ്സിംഗ് ഫീൽഡില് പേഷ്യൻസ് ഇവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം എപ്പോഴും ഫാർമസി കീപ്പ് ചെയ്യണമെന്ന് ഇപ്പൊ പേഷ്യൻസിന്റെ ഒക്കെ ആണെങ്കിൽ നല്ല വീണ്ടും ചെല്ലുള്ളൂ അല്ലെ നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നേഴ്സിംഗ് സെക്ഷനിലേക്ക് അവർക്ക് ബന്ധം വേണം എന്ന് വെച്ചാൽ എപ്പോഴും മരുന്നുകളൊക്കെ കൊടുക്കണ്ടേ ഫാർമസിന്നല്ലേ നേഴ്സിംഗ് സ്റ്റേഷനിലേക്കൊക്കെ മരുന്നുകളൊക്കെ പോകുന്നത് അപ്പോ അതുപോലെ മെഡിക്കൽ ഇതുമായിട്ടൊക്കെ എന്താണ് അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം എപ്പോഴും ഫാർമസി കീപ്പ് ചെയ്യണം ഓക്കെ ലിയേഷൻ എന്ന് പറഞ്ഞ ബന്ധം എന്നാണ് കേട്ടോ റിലേഷൻ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യണം ഓക്കെ അല്ല എല്ലാ പോയിന്റ്സും ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ് എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്താണ് ഒബ്ജക്റ്റീവ്സ് നോക്കി ടു മേക്ക് ഷുവർ ദാറ്റ് അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ കേട്ടോ എന്താണ് ശരിയായിട്ടുള്ള മരുന്നുകൾ അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തണം എങ്ങനെ അറ്റ് റൈറ്റ് ടൈം ശരിയായ സമയത്ത് റൈറ്റ് ഡോസ് ശരിയായ ഡോസില് അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ് കണ്ടോ സാധ്യമായ കുറഞ്ഞ പൈസയില് കണ്ടോ അതാണ് ഒന്നാമത്തത് ഫാർമസിയുടെ ലക്ഷ്യം എന്താ കുറഞ്ഞ ചെലവില് ഒരുപാട് നമ്മള് ബ്ലേഡ് കത്തി എന്നൊക്കെ പറയണ പോലെ ആവരുത് അതായത് ഹോസ്പിറ്റൽ ഫാർമസിയില് അവർക്കുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കുറഞ്ഞ ഏറ്റവും സാധ്യമായ കുറഞ്ഞ കോസ്റ്റില് പൈസയില് ശരിയായ ഡോസില് ശരിയായ സമയത്ത് ശരിയായ മരുന്നുകളുടെ അവൈലബിലിറ്റി ലഭ്യത ഉറപ്പുവരുത്തുക ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ ഫസ്റ്റ് പോയിന്റ് റൈറ്റ് മെഡിക്കേഷൻ റൈറ്റ് ടൈമില് റൈറ്റ് ഡോസില് ഇങ്ങനെ മിനിമം പോസിബിൾ കോസ്റ്റില് ഉറപ്പുവരുത്തുക ഓക്കെ രണ്ടാമത്തെ നോക്കിയേ
to professionalize the operation of pharmaceutical services in a hospital. കണ്ടോ, ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അതിന്റെ പ്രവർത്തനങ്ങള്, ഫാർമസിയുടെ ആ സർവീസുകൾ ഉണ്ടല്ലോ, അത് ഫാർമസിയുടെ പ്രവർത്തനങ്ങള് എങ്ങനെയാക്കുക, കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യുക, പ്രൊഫഷണൽ രീതിയിലാക്കുക. ഓക്കെ, നല്ലൊരു പ്രൊഫഷണൽ രീതിയിൽ ആക്കുക. എന്താ പ്രൊഫഷണൽ ആക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് പോലെ ആക്കുക, ലോക്കല് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ കുറച്ചുകൂടി നല്ലൊരു ലുക്കില്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാം കൃത്യമായിട്ട് ഒക്കെ ആക്കുക എന്നുള്ളത് കേട്ടോ. ക്വാളിറ്റി കെയർ ഒക്കെ ചെയ്യുക, പേഷ്യൻസിന് ശരിയായ മരുന്നുകൾ എത്തിക്കണം. ഹൈടെക്, ഓക്കെ, ഹൈടെക് ആക്കാതെ. നമ്മളിപ്പോ സാധാ ഇത് പ്രൊഫഷൻ എന്താ പറയുക, ഒരു പ്രൊഫഷണൽ ലുക്ക് എന്ന് നമ്മൾ പറയില്ലേ, അല്ലെ, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പൊ അതുപോലെ ഫാർമസിയിലുള്ള എല്ലാ സേവനവും ഒരു ചീപ്പ് ഇതാക്കാതെ, ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഇതുപോലെ ആക്കാതെ, ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, അതായത് ഫാർമസിയിലെ സേവനങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ കുറച്ചും കൂടി പ്രൊഫഷണൽ രീതിയിൽ ആക്കുക. പിന്നെ അടുത്ത് നോക്കിയേ, to act as a counseling department for medical staff, nursing and for patient on the usage of drugs, possible after effect, toxicity, hostile effect, drug interaction, etc. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ്, മരുന്നുകളുടെ ഉപയോഗം, യൂസ് ഓഫ് ഡ്രഗ്സ്, പിന്നെ അതുപോലെ പോസിബിൾ ആഫ്റ്റർ എഫക്ട്സ്. ചില മരുന്നുകളൊക്കെ കഴിച്ചാൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് വരാറില്ലേ, അല്ലെ, ചെറിച്ചിലോ അതുപോലെ അങ്ങനെയൊക്കെ. ടോക്സിസിറ്റി, അതിന്റെ എന്താ ഒരു വിഷമയം, അതായത് ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് എന്താണ്, അത് നമ്മൾ വളരെ ഇപ്പൊ കീപ്പ് ചെയ്യണതൊക്കെ ആണെങ്കിലും അല്ലെ, പുറത്ത് വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിലൊക്കെ ഈ ലോ ടെമ്പറേച്ചറിലൊക്കെ സൂക്ഷിക്കുന്ന മരുന്നുകളില്ലേ, അത് പുറത്ത് വെച്ചിട്ട് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, അത് നമുക്ക് ടോക്സിക് ആണത്. അതുകൊണ്ടാണ് ആ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഗുണമല്ല, ദോഷമായിരിക്കും. പിന്നെ ഹോസ്റ്റൽ എഫക്റ്റ്, അത് ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്, വിരുദ്ധമായിട്ടുള്ള ഫലം, അതിന് നമുക്ക് കഴിക്കുന്നതിന്റെ എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ. പിന്നെ ഡ്രഗ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൗൺസിലിംഗ് കൊടുക്കാൻ ആർക്ക്, മെഡിക്കൽ സ്റ്റാഫിന്, നേഴ്സസിന്, പേഷ്യൻസിന്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, ഈ ഹോസ്പിറ്റൽ ഫാർമസി ഒരു കൗൺസിലിംഗ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ എന്താണ്, കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ, ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. ആരുടെ, മെഡിക്കൽ സ്റ്റാഫിന്റെ, നേഴ്സസിന്റെ, പേഷ്യൻസിന്റെ ഒക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ എന്താണ് എന്തുവാ, മരുന്നുകളുടെ ഉപയോഗം, ആഫ്റ്റർ എഫക്ട്സ്, ടോക്സിസിറ്റി, ഹോസ്റ്റൽ എഫക്ട്, ഡ്രഗ് ഇന്ററാക്ഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്ത നോക്കിയേ, ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഡ്രഗ്സിന്റെ, മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങള് അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. To act as a source of information on drug utilization. ഡ്രഗ്സിന്റെ, മരുന്നുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. To take part in research project. എന്താ റിസർച്ച് പ്രൊജക്ട്, ഈ റിസർച്ചുകൾ, മരുന്നുകൾ, പുതിയ മരുന്നുകൾ കണ്ടെത്തുകയോ ഒക്കെ ഉണ്ടാവുമല്ലോ. ഫാർമസിയിൽ തന്നെ റിസർച്ച് ഉണ്ട്, അവര് തന്നെ മരുന്നുകൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ റിസർച്ച് പ്രൊജക്ടിന്റെ ഒരു ഭാഗമാകുക. ടു ടേക്ക് പാർട്ട്, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ പങ്കാളികളാകുക. റിസർച്ച് പ്രൊജക്ട്സില് പങ്കെടുക്കുക, പങ്കാളികളാകുക. അടുത്ത പോയിന്റ് എന്താ, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻ ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഉണ്ടോ, നമ്മൾ പറഞ്ഞതാണ്, അതായത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ, ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക, പ്രായോഗികമാക്കുക. കമ്മിറ്റിയോട് ഡിസിഷൻ എടുക്കും. ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ത് ചെയ്യണം, മരുന്നുകള്, ഇന്ന മരുന്നുകൾ നമ്മൾ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, നമ്മുടെ എന്താ പറയാ ഫാർമസിയിൽ ഉൾപ്പെടുത്തണം എന്ന കമ്മിറ്റി കൂടി തീരുമാനിക്കും. അപ്പൊ അത് പ്രായോഗികമാക്കുന്നത് ആരാ, ഫാർമസിയാണ്. ഓക്കെ, പിന്നെ അടുത്ത സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു കോർഡിനേറ്റ്
and to cooperate with the other departments of the hospital. കേട്ടോ, ഈ ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാതെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, കോർപ്പറേറ്റ് സഹകരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും ഏകോപിപ്പിക്കുകയും ചെയ്യുക. കോർഡിനേറ്റ് ആൻഡ് കോർപ്പറേറ്റ്, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ. ഇപ്പൊ മരുന്നുകൾ ഇപ്പൊ എല്ലാ സെക്ഷനിലേക്ക് പോകുന്നില്ലേ ഫാർമസിന്ന്, എല്ലാ സെക്ഷനിലേക്കും ഒക്കെ മരുന്നുകൾ പോകുന്നുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ ആയിട്ടും നല്ലൊരു സഹകരണവും കാര്യങ്ങളൊക്കെ വേണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ in keeping with the established policies of the hospital. അതായത് ഹോസ്പിറ്റലില് സ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അല്ലെ, പോളിസികളുണ്ട്. ഹോസ്പിറ്റലില് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പോളിസികളുണ്ട്. ആ ഹോസ്പിറ്റലിൽ സ്ഥാപിതമായിട്ടുള്ള നയങ്ങൾക്ക് പോളിസികൾക്ക് അനുസൃതമായിട്ട് ഫാർമസിയിലെ നടപടിക്രമങ്ങള് അത് ഡിസൈൻ ചെയ്യുക, രൂപീകരിക്കുക, അത് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, ഫുൾഫിൽ ചെയ്യുക, നിറവേറ്റുക. ഡിസൈൻ ചെയ്യണം, രൂപകൽപ്പന ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, സംഘടിപ്പിക്കണം, ഫുൾഫിൽ ചെയ്യണം, നിറവേറ്റണം. ഇൻ ദ ഫാർമസി പോളിസി പ്രൊസീജിയർ. എന്തുമായിട്ട് ബന്ധപ്പെട്ട ആ ഹോസ്പിറ്റലിന് സ്ഥാപിതമായിട്ടുള്ള പോളിസികള് അത് അതിനനുസൃതമായിട്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഫാർമസിയിലെ പോളിസി പ്രൊസീജിയറുകള് ഡിസൈൻ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം. എല്ലാ പോയിന്റ്സും ക്ലിയർ ആണോ നോക്കിയേ? 8 പോയിന്റ്സ് ഉണ്ട്. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ? ഇതൊക്കെ ജസ്റ്റ് ഒബ്ജക്റ്റീവ്സിൽ ഇൻക്ലൂഡ് ചെയ്ത എഴുതുന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത എഴുതുന്നൊക്കെ ചോദിക്കാം. ആ രീതിയിൽ ഇത് എനിക്ക് തോന്നുന്നു ഇതില് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാത്തിനും ഒന്നിൽ ഫാർമസിന്നോ മെഡിസിൻസിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നമുക്കൊരു ഹിന്റ് തന്നെയാണ്. റൈറ്റ് മെഡിക്കേഷൻ ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ തന്നെ കണ്ണടച്ച് എഴുതാം, ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഡ്രഗ്സിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അവിടെയും ഉണ്ട് ഡ്രഗ്സ് എന്നുള്ളത്. റിസർച്ച് പ്രൊജക്റ്റിലും ഭാഗമാക്കുക. സെക്കൻഡ് പോയിന്റ് പറയുന്നു. ഓക്കെ, പിന്നെ അടുത്തത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങള് കൊണ്ടുവരിക. പിന്നെ അടുത്ത ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ആയിട്ട് ഇത് കോപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 6th പോയിന്റ് പറയണോ? എല്ലാ പോയിന്റും പറയണം. എത്ര പോയിന്റ് ആയി? സെക്കൻഡ് പോയിന്റ് പറയാൻ പറഞ്ഞു, 3rd പോയിന്റ്, 6th പോയിന്റ് മതിയാവും. ബാക്കിയൊക്കെ ഓക്കെയാണ്. സെക്കൻഡ് പോയിന്റ് എന്താ? ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്, അതായത് ഫാർമസിയിൽ നടക്കുന്ന സർവീസ് ഇല്ലേ, അവര് നൽകുന്ന സർവീസ് അത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കുകയെന്ന്. വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാതെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കുക. അത് ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചേക്കുന്നത് അവിടെ. ഫാർമസ്യൂട്ടിക്കൽ സർവീസുകൾ, ഫാർമസി നമുക്ക് തരുന്ന സർവീസുകൾ, മരുന്നുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെ, ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞില്ലേ. ഫാർമസിയുടെ സർവീസുകൾ അത് കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ചെയ്യുക. ഓക്കെയാണോ? സെക്കൻഡ് പോയിന്റ് ചോദിച്ചാക്ക്. ഓക്കെ, ഇനി അടുത്തത് ആരാ ചോദിച്ച? 3ാമത്തെ പോയിന്റ് നോക്കിയേ. എന്താ? കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ഒരു കൗൺസിലിംഗ് കൊടുക്കണം. ആർക്ക്? മെഡിക്കൽ സ്റ്റാഫിന്, നേഴ്സിന്, പേഷ്യൻസിനൊക്കെ കൗൺസിലിംഗ് കൊടുക്കണം. ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇനി എന്തിനെ കുറിച്ചാണ് കൗൺസിലിംഗ് കൊടുക്കണേ? നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചാണോ കൗൺസിലിംഗ് കൊടുക്കണേ? അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാണോ? അവരെന്തിനെ കുറിച്ചാ കൗൺസിലിംഗ് തന്നെ? മരുന്നുകളുടെ ഉപയോഗം, ആ മരുന്ന് കഴിച്ചാലുള്ള ആഫ്റ്റർ എഫക്റ്റുകള്, അല്ലെ, സൈഡ് എഫക്ട്സ്. ഇന്ന മരുന്നുകൾ കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ മരുന്നുകൾ കഴിക്കുമ്പോൾ ഈ രീതിയിൽ കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ടോക്സിസിറ്റി, അതിനെയാണ് ഞാൻ പറഞ്ഞത്. ചില മരുന്നുകളൊക്കെ ചിലപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാലേ, ചിലപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമ്മളോട് മേടിക്കുമ്പോൾ പറയില്ലേ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയില്ലേ, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കണം. അത് ചിലപ്പോൾ പുറത്ത് വെച്ച് ഇൻസുലിൻ, ശരിയാണ്, ഇൻസുലിൻ ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാല് ടോക്സിക്കോ, അപ്പൊ അങ്ങനെയുള്ളത്. ആന്റിബയോട്ടിക്സ്, ശരിയാ, കുട്ടികൾക്കൊക്കെ ആന്റിബയോട്ടിക്സ് പൊടിയായിരിക്കും അല്ലെ. ആ പൊടി നമ്മളോട് അതിന്റെ ഉള്ളിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് എത്ര ഒഴിച്ച് ഷെയ്ക്ക് ചെയ്തിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറയും. അത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ടോക്സിക് ആവും. അതുകൊണ്ടാണ് അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അത് ലോ ടെമ്പറേച്ചറിൽ വെക്കുന്ന ആന്റിബയോട്ടിക്സ് ഒക്കെ ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവും. ഫസ്റ്റ് എയ്ഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്.
വിരുദ്ധമായിട്ടുള്ള ഇത് ഉണ്ടാകാം, ഡ്രഗ് ഇന്ററാക്ഷൻ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊരു കൗൺസിലിംഗ് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? തേർഡ് പോയിന്റ് ചോദിച്ച കുട്ടിക്ക് ഓക്കെ അല്ലേ? ഓക്കെ, ഹണിയാണെന്നല്ലേ ചോദിച്ചത്. ഓക്കെ, ഹണി ഓക്കെ ആണ്. ഇനി ഒരാളും കൂടി ചോദിച്ചു, 6th പോയിന്റ് ആണ്, ഞാൻ എഴുതിയെടുക്കട്ടെ. ഓക്കെ, ഇനി അത് എന്താണ് എളുപ്പമല്ലേ? നമ്മൾ പറഞ്ഞല്ലോ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഫാർമസിയിൽ എത്ര മരുന്നുകൾ ഉൾപ്പെടുത്തണം? ആരാ? ഫാർമസി അല്ല അവിടെ ഡിസിഷൻ എടുക്കണേ. മരുന്നുകളുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനം എടുക്കാനുള്ളതാണ്. നമുക്ക് പഠിക്കാണ്ട് കേട്ടോ, ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പഠിക്കാണ്ട്. അപ്പൊ ആ കമ്മിറ്റി എന്താണോ തീരുമാനം എടുക്കുന്നത്, ആ കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻ അത് ആര് പ്രയോഗത്തിൽ കൊണ്ടുവരണം? ഫാർമസി. അത്രേ ഉള്ളൂ. To bring into practice, കമ്മിറ്റി എടുക്കുന്ന തീരുമാനം പ്രയോഗത്തിൽ കൊണ്ടുവരിക, പ്രായോഗികമാക്കുക. കമ്മിറ്റി ഡിസിഷൻ എടുത്താൽ വെച്ചാൽ പോരല്ലോ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇത്രയും മരുന്നുകൾ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനം എടുത്ത കമ്മിറ്റിയില് അത് ആരാണ് അത് നടത്തേണ്ടത്? ആരാ? ഫാർമസിയാണ്. ഫാർമസി അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം. 6ാമത്തെ പോയിന്റ് നോക്കിയല്ലേ? 2, 3, 6 ഈ 3 പോയിന്റ്സുമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ ആണെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന സൗകര്യങ്ങൾ. ഇനി ഒരു ഫാർമസിയില് എന്തൊക്കെയാണ് അതിന്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, സ്ട്രക്ചർ? എവിടെയായിരിക്കും ഫാർമസി? അതാണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്തിട്ടോളണം. ഫാർമസി എന്നൊക്കെ ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫസ്റ്റ് ഫ്ലോറിലോ ഓർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. തെറ്റിക്കരുത്. അതായത് ഓപ്ഷൻ വരുമ്പോ ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. ഫാർമസി ലൊക്കേറ്റഡ് ഇൻ ദ ഡാഷ് ഫ്ലോർ ഏതാ? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഫ്ലോറ്, ഗ്രൗണ്ട് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോർ എന്നൊക്കെ ഉണ്ടാകും. അപ്പൊ നോക്കുക, ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ എവിടെയെങ്കിലും ആകാം. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. അപ്പൊ ബോത്ത് എ ആൻഡ് ബി രണ്ടിലും ശരിയല്ലേ? രണ്ടിലും വരും. അതൊന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലോറോ ഗ്രൗണ്ട് ഫ്ലോറോ ആകാം എന്നാ പറഞ്ഞേക്കുന്നത്. അത് പ്രത്യേകം ആണ്. ഹോസ്പിറ്റൽ സിറ്റുവേറ്റഡ് ഇൻ ഡിഫറെന്റ് ഫ്ലോർ. ഓക്കെ. അമീർ ഇവിടെ ഇട്ടുണ്ട്. ഹോസ്പിറ്റലിന്റെ വേറെ ഫ്ലോറുകളിലൊക്കെ ഉണ്ടാകാം എന്നുള്ളത് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ളത് ടെക്സ്റ്റിലുള്ളത് ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ടിക്ക് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. അതാണ് ഞാനൊരു പ്രത്യേകം നോട്ട് ചെയ്യാൻ പറയുന്നത്. ചിലപ്പോ തേർഡ് ഫ്ലോറിൽ ഉണ്ടാകാം, ഫോർത്ത് ഫ്ലോറിലൊക്കെ ചിലപ്പോ കാണാം, ഇല്ലാന്നല്ല. പക്ഷെ നമ്മൾ ആൻസർ ചെയ്ത് തന്നെ എഴുതണം. നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ എഴുതണം. എങ്കിലാണ് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ചില കുട്ടികൾ ഫസ്റ്റ് ഫ്ലോർ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന് എഴുതും. ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിലോ, ഓപ്ഷൻ എയില് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ, ഓപ്ഷൻ ബിയില് ഫസ്റ്റ് ഫ്ലോർ, ഓപ്ഷൻ സിയില് ഫസ്റ്റ് ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഫ്ലോർ, ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഇങ്ങനെ തന്നാലോ നമ്മൾ എഴുതണം. ഫസ്റ്റ് ഫ്ലോറിന്ന് എഴുതിയ കുട്ടി അത് ഫസ്റ്റ് ഫ്ലോറിന്ന് ഇട്ടാ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഫ്ലോറിലോ ആകാന്ന് നമ്മൾ പഠിച്ചു, സെക്കൻഡ് ഫ്ലോറിലോ ആകാന്ന് പഠിച്ചു അല്ലേ? അപ്പൊ ഫസ്റ്റ് ഫ്ലോർ മാത്രം എഴുതുമ്പോ അത് അത്ര ശരിയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പ്രത്യേകം നോട്ട് ചെയ്തിടാൻ പറഞ്ഞത്. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, എഴുതണ്ട, നിങ്ങൾ കറക്റ്റ് ടിക്ക് ഇട്ടാ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ തെറ്റിക്കാനായിട്ടേ. അപ്പൊ നമുക്ക് തെറ്റുപറ്റരുത്, നമ്മൾ തെറ്റിക്കൂല. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അതങ്ങനെ തന്നെ മനസ്സിലിരുന്നുണ്ട്. നെക്സ്റ്റ് നോക്കി. ഓക്കെ. ഇനി OP pharmacy, സെക്കൻഡ് പോയിന്റ് ആട്ടോ. OP pharmacy should have a grand appearance and must have enough space patients who should wait for medicines. ഇനി നോക്കിയേ, OP pharmacy should have a grand appearance. ഇനി ഫാർമസി ഒരു നല്ലൊരു അപ്പിയറൻസ്, ഗ്രാൻഡ് അപ്പിയറൻസ്, നല്ല വിശാലമായ നല്ല ഭംഗിയിലൊക്കെ ആണെങ്കിൽ ഭംഗിയിലൊക്കെ ആയിരിക്കണം എന്ന്.
ഒരു നല്ലൊരു അപ്പിയറൻസ് കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നണം കൊള്ളാലോ എന്നൊരു ഫീല് നമുക്ക് വരണം കണ്ടോ. അത് മസ്റ്റ് ഇനർ സ്പേസ്, ആവശ്യത്തിന് സ്പേസ് വേണം. പേഷ്യന്റ് ഹു ഷുഡ് വിസിറ്റ് ഫോർ മെഡിക്കേഷൻ. ഇപ്പൊ നമ്മൾ വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മള് ഡോക്ടറിനെ കണ്ട അപ്പം തന്നെ മരുന്ന് കിട്ടോ, നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട വരും അല്ലെ. അവരൊക്കെ നോക്കി ടോക്കൺ നമ്പർ ഒക്കെ തന്ന് നമുക്ക് കുറച്ച് സമയം തന്നെ ഫാർമസിയിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ മരുന്നുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇരിക്കാനായിട്ട് ആവശ്യത്തിന് സ്പേസ് വേണം. ഫാർമസിയിൽ ഉണ്ടാവാറില്ലേ ചെയറൊക്കെ അവിടെ ഇരിക്കാനായിട്ട്? സ്പേസും വേണം. പിന്നെ അടുത്ത് പറഞ്ഞു നോക്കിയേ, OPD's വെയിറ്റിംഗ് റൂം ഷുഡ് ഗിവ് എ പ്രൊഫഷണൽ ലുക്ക്. അപ്പൊ നമ്മളെ ഈ OPDയിലല്ലേ നമ്മള് ഏതാണ് വരുന്ന ഫാർമസി അല്ലെ, അത് വെയിറ്റിംഗ് റൂം നിങ്ങൾ കണ്ടിട്ടില്ല? OPDയിലെ വെയിറ്റിംഗ് റൂം അല്ലെ, നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ OPD ആണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ വെയിറ്റിംഗ് ഏരിയ. അതിന്റെ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും ഈ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല രീതിയില് ഇപ്പൊ ചെയേഴ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തൊക്കെ ഒരു പ്രൊഫഷണൽ ലുക്ക് കീപ്പ് ചെയ്യണമെന്ന്. ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെല്ലുമ്പോ നമുക്ക് തന്നെ അതിശയം തോന്നും അല്ലെ, എന്ത് ഭംഗിയിലാണ് അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത്, പേഷ്യൻസിനൊക്കെ ഇരിക്കാനും അത് കറക്റ്റ് ആയിട്ടാണ് അത് പോയേക്കുന്നത് അല്ലെ. There should be educative posters. ഇനി എന്താണ് നമുക്ക് എഡ്യൂക്കേഷൻ തരുന്ന പോസ്റ്ററുകള്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്. ഇനിയിപ്പോ കുറെ നേരം നമുക്ക് OPയിലൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ അല്ലെ, കുറെ നേരം നമുക്ക് ചിലപ്പോ OPയിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ട വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ എന്താണ് നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ ഹെൽത്ത് ഹൈജീനെ കുറിച്ചൊക്കെ, ആരോഗ്യം ശുചിത്വം ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇത് തരുന്ന കുറച്ച് പോസ്റ്ററുകള്, പിന്നെ അതുപോലെ തന്നെ ലിറ്ററേച്ചർ മാസികകള്, മാഗസീൻസ് ഒക്കെ ഉണ്ടാവാറില്ലേ വായിക്കാനൊക്കെ അല്ലെ, നമുക്ക് ബോറടിക്കാതിരിക്കാൻ. ഇതെല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മുടെ OP ഫാർമസിയിൽ അത് OPDയില് സജ്ജീകരിച്ചിരിക്കണം. OPDയില് വേണമെന്ന് നമുക്ക് അറിയാം. TV ഉണ്ടാവും, അപ്പൊ നമുക്ക് അതൊക്കെ നോക്കി കുറച്ചേരൊക്കെ ഇരിക്കാൻ സമയം പോകും. ഇപ്പൊ വല്ല സർജറി ഒക്കെ ആണ്, ചിലപ്പോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടില് ചിലപ്പോ നിൽക്കാൻ അവിടെ ഇതില്ല എങ്കിലൊക്കെ നമ്മൾ OPDയിൽ വന്നിരിക്കൂലേ താഴെ അല്ലെ. OPDയിൽ വന്ന് നമുക്ക് അത്രയും സമയം കുറെ 2 മണിക്കൂറും ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് ഇതിന് നമ്മൾ വന്നിരിക്കാറുണ്ട്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഈ പേഷ്യൻസിന് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാനായിട്ട് OPDയുടെ വെയിറ്റിംഗ് റൂമില് ഇങ്ങനെയുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, ന്യൂസ് പേപ്പറാണ് പറഞ്ഞത് അവിടെ, ലിറ്ററേച്ചർ ഫോർ റീഡിങ് പുസ്തകങ്ങള്, ന്യൂസ് പേപ്പറുകള് ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ OPDയുടെ വെയിറ്റിംഗ് റൂം ഒരു പ്രൊഫഷണൽ ലുക്കിലായിരിക്കണം. ഇനി അടുത്ത നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ്, സ്യൂട്ടബിൾ സ്പേസ് മസ്റ്റ് ബി ഗിവൺ ഫോർ റെഗുലർ malfunctioning of stock solution, powders, ointments, etc. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ എന്താണ് പറയാ, നമുക്ക് ഇതിലെ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഓഫ് ഡ്രഗ്സ് മരുന്നുകളുടെ അത് മാനുഫാക്ചറിങ് നിർമ്മിക്കുക, മാനുഫാക്ചർ ചെയ്യാന്ന് വെച്ചാൽ നിർമ്മിക്കുക, അതൊക്കെ നിർമ്മിക്കുന്നതിനും അത് സ്റ്റോക്ക് സൊല്യൂഷൻസ് അതായത് ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസ് ഓഫ് ഡ്രഗ്സ് അങ്ങനെയുള്ളതൊക്കെ വെക്കാൻ, പൗഡേഴ്സ്, ഓയിൽമെന്റ്സ് ഇതൊക്കെ വെക്കാൻ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്പേസ് വേണമെന്ന്. The manufacturing room should be near the pharmacy. അപ്പൊ ഈ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നില്ലേ, നിർമ്മിക്കുന്ന റൂമുകളൊക്കെ ഇല്ലേ, അത് ഫാർമസിയോട് ചേർന്ന് തന്നെ ആയിരിക്കണം. എങ്കിലാണ് അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്തിട്ട് നേരെ ഫാർമസിയിൽ വെക്കാൻ പറ്റുള്ളൂ. ഫാർമസി ഇവിടെ മാനുഫാക്ചറിങ് മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് വേറെ സ്ഥലത്താണെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാനും കീപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഈ മാനുഫാക്ചറിങ് റൂംസ് ഫാർമസിയോട് ചേർന്നായിരിക്കണം. അപ്പൊ അതിനൊക്കെയുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് വേണം. ഇനി അടുത്ത ഓഫീസ് ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ് ഉള്ള ഇരിക്കാനുള്ള ഒരു ഓഫീസ് വേണം. ഹൈ റാങ്കിങ് ഫാർമസിസ്റ്റ് ആണ് ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് എന്ന് പറഞ്ഞാൽ ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാനൊക്കെ ഉള്ള ഓഫീസ് വേണം. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ വേണം, പാക്ക് ചെയ്യാനായിട്ട് ലേബലിംഗ് ഏരിയ വേണം. കോൾഡ് സ്റ്റോറേജ് ഏരിയ ഞാൻ പറഞ്ഞില്ലേ, ചില മരുന്നുകളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കണം.
അപ്പൊ അതൊക്കെ തണുപ്പിൽ സൂക്ഷിക്കാനായിട്ട് കോൾഡ് സ്റ്റോറേജ് ഏരിയ, അതിനുള്ള സൗകര്യം വേണം. റിസർച്ച് വിങ്സ്, റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടത്താൻ ഗവേഷണ വിഭാഗം, അതിനൊരു ഏരിയ വേണം. ഫാർമസി സ്റ്റോർ റൂം, ഫാർമസിയിലെ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേകം ഒരു സ്റ്റോർ റൂം വേണം. പിന്നെ ലൈബ്രറി വേണം, ലൈബ്രറി ടെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട മാഗസീൻസ് ടെസ്റ്റും ഇതൊക്കെ വെക്കാൻ ഉള്ള ലൈബ്രറി വേണം. 9 പോയിന്റ്സ് നോക്കി. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത് ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ചോദിക്കാട്ടോ. കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഫുള്ളായിട്ട് നോക്കിയില്ലെങ്കിലും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതിലൊക്കെ വേണം. ഒന്നാമത്തെ ലൊക്കേഷനാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഫാർമസി അത് ഒ പി ഡിയിലെ വെയിറ്റിംഗ് റൂമിലായിരിക്കുമല്ലോ, അതൊക്കെ ഒരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്, മെഡിസിൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാനായിട്ട് സ്യൂട്ടബിൾ സ്പേസ് വേണം. പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ഇരിക്കാനുള്ള ഓഫീസ്, പാക്കേജിംഗ് ലേബലിംഗ് ഏരിയ വേണം, കോൾഡ് സ്റ്റോറേജ് ഏരിയ വേണം, റിസർച്ച് വിങ് ഗവേഷണ വിഭാഗം വേണം, ഫാർമസിയിലെ സ്റ്റോർ റൂം വേണം, പിന്നെ ലൈബ്രറി വേണം. ഇനി 10ാമത്തെ പോയിന്റ് നോക്കിയേ, റേഡിയോ ഐസോടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 10ാമത്തെ പോയിന്റില് റേഡിയോ ഐസോടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിംഗ് ഏരിയ. എന്താണ് റേഡിയോ ഐസോടോപ്സ് എന്ന് പറയുന്നത്? An unsteady form of a chemical element that will release the radiation since it breaks down and become more stable. എന്താണ് ഒരു കെമിക്കൽ എലമെന്റ്? അതിന്റെ അൺസ്റ്റഡി, അസ്ഥിരമായ രൂപമാണ്. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ റേഡിയോ ഐസോടോപ്സ് എന്നൊക്കെ? അയഡിൻ 131 കുറെ റേഡിയോ ഐസോടോപ്സ് ഉണ്ട്. അത് അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ് ആണ്. അത് എന്ത് ചെയ്യുന്നു? അത് ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തുവിടും. റിലീസ് റേഡിയേഷൻ സിൻസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് ബിക്കം, അങ്ങനെ അത് സ്റ്റേബിൾ ആവുന്നത്. രാസമൂലകത്തിന്റെ ഒരു അസ്ഥിര രൂപം, ഇതാണ് റേഡിയോ ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോ ഐസോടോപ്പുകളെ സ്റ്റോർ ചെയ്യാനും അത് വിതരണം ചെയ്യാനുമുള്ള ഏരിയ വേണം. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലിമെന്റ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലിമെന്റ്, അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലിമെന്റ് that release the radiation. റേഡിയോ ഐസോടോപ്പ് റേഡിയേഷൻ റിലീസ് ചെയ്യും. സിൻസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് ബിക്കം മോർ സ്റ്റേബിൾ, കൂടുതൽ സ്ഥിരതയുള്ള രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനായിട്ട് ആ റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്ന ഒരു കെമിക്കൽ മൂലകത്തിന്റെ അസ്ഥിരമായിട്ടുള്ള രൂപമാണ്, അൺസ്റ്റഡി ഫോം ആണ് റേഡിയോ ഐസോടോപ്പ് എന്ന് പറയുന്നത്. ഇനി മെഡിസിനിൽ എങ്ങനെയാണ് റേഡിയോ ഐസോടോപ്പ് ഉപയോഗിക്കുന്നത്? Medicine, they are used in imaging test and treatment. എവിടെ ഉപയോഗിക്കുന്നത്? ഇമേജിംഗ് ടെസ്റ്റ്, നമ്മൾ സ്കാനിങ് ഇതൊക്കെ പറയൂലേ അല്ലേ? നമ്മളിപ്പോ ഹാർട്ടിന്റെ ഇതൊക്കെ നമ്മൾ ഇമേജിങ് എന്താ പറയാ, സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യൂലേ? അപ്പൊ അങ്ങനെ അവിടെ മെഡിസിനില് ഇത് എവിടെ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇമേജിംഗ്, അതായത് നമ്മുടെ റേഡിയോളജിയിലൊക്കെ അവിടെ ഈ റേഡിയോ ഐസോടോപ്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. All radioactive isotopes should be stored in secure. ഇതെങ്ങനെ വെക്കാം? ചുമ്മാ തുറന്നുകൊണ്ടോന്ന് പുറത്ത് വെക്കാൻ പാടില്ല. ഇതെല്ലാ റേഡിയോ ഐസോടോപ്സുകളും എവിടെ? സുരക്ഷിതമായിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം. They are not in use. അത് ഉപയോഗിക്കാത്തപ്പോഴ് അത് സുരക്ഷിതമായിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം. If they are stored in laboratory, ഇനി ലാബിലാണ് ആ റേഡിയോ ഐസോടോപ്സ് സൂക്ഷിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? The lab must be locked. ലാബ് ലോക്ക് ചെയ്യണം. ഉണ്ടോ? ലാബ് ലോക്ക് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഈ റേഡിയോ ഐസോടോപ്സുകള് നമ്മള് ഏതാണ് മെഡിസിനില്, നമ്മള് ഇമേജിംഗ് ടെസ്റ്റ്, നമുക്ക് റേഡിയോളജിയിലും പിന്നെ പല ട്രീറ്റ്മെന്റിനും ഒക്കെ ഈ റേഡിയോ ഐസോടോപ്സ് ഉപയോഗിക്കുന്നുണ്ട് മെഡിസിനില്. അപ്പൊ അത് നമ്മൾ വളരെ സെക്യൂർ ആയിട്ട് തന്നെ വെക്കണം. ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ലാബ് എന്ത് ചെയ്യണം? ലാബ് ക്ലോസ് ചെയ്യണം, ലോക്ക് ചെയ്യണം.
And നോക്കിയേ, if they are stored in laboratory, the lab must be locked when they are not in use. If the isotopes is stored in refrigerator or freezer or the lab or hardware, അപ്പൊ ഇത് റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ ഫ്രീസറിലാണോ വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? The refrigerator or freezer must be locked. അത് ലോക്ക് ചെയ്ത് വെക്കണം. എന്താ പറയാ, ഒരിക്കലും അത് ഓപ്പൺ ആക്കി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, iodine 131. ഇതൊരു റേഡിയോ ഐസോട്ടോപ്പാണ്. iodine 131 അത് തൈറോയിഡ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പാണ്. തൈറോയിഡ് ഉണ്ടാവില്ലേ, ആ തൈറോയിഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പാണ്. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു അത് റേഡിയേഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ, റേഡിയേഷൻസ് ഒക്കെ റിലീസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്താണ്, വളരെ സുരക്ഷിതമായിട്ട് തന്നെ യൂസ് ചെയ്യണം. അത് വളരെ ശ്രദ്ധിച്ചൊക്കെ വേണം അത് ഉപയോഗിക്കാനും ഒക്കെ. വെറുതെ ഓപ്പൺ ആക്കി വെക്കരുതെന്നാ പറഞ്ഞേ. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. iodine 131 ഫോർ തൈറോയിഡ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നതാണ്. thallium 201 ഫോർ ഹാർട്ട് ഇമേജിങ്, ഹാർട്ടിന്റെ ഇമേജിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. thallium 201 THALLIUM thallium 201. Gallium 67 for tumor detection. ട്യൂമർ ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് അതിനെ നശിപ്പിക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ് ഗാലിയം 67 എന്ന് പറയുന്നത്. ഈ റേഡിയോ ഐസോട്ടോപ്പ് ഒക്കെ എന്താണ്, വളരെ സുരക്ഷിതമായിട്ട് സെക്യൂർ ആയിട്ട് വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ സ്റ്റോർ ചെയ്യാനും അത് വിതരണം ചെയ്യാനും ഒരു ഏരിയ വേണം. ഏതില്? ഇൻഫ്രാസ്ട്രക്ചറിൽ. അതും കൂടി നോക്കണം കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാ പോയിന്റ്. മെഡിസിനിലെ റേഡിയോ ഐസോട്ടോപ്പ് എന്തിനാ ഉപയോഗിക്കണേ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇൻ മെഡിസിൻ they are used in imaging test and in treatment. ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ്. ആ സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി അടുത്തത്, അപ്പൊ അത്രയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ വന്നത്. ആ പോയിന്റ്സും നിങ്ങളൊന്ന് വായിച്ചു വെച്ചോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, എക്യുപ്മെന്റ്സ് ആണ്. എന്തൊക്കെയാണ് ഫാർമസിയിലുള്ള എക്യുപ്മെന്റ്സുകള്? എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. എന്താ പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുന്നത്? എന്താ, പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ട്രേ. ഇപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരൂലേ ഇത്, ആ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ട്രേ ആണ് പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്ഷൻ കേസ്, പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുണ്ട്. ഇപ്പൊ പിന്നെ എന്താ പറയാ, എല്ലാം സിസ്റ്റത്തിൽ വരികയാണ് അല്ലെ, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലേ. ഫാർമസിയിലും ഒക്കെ എല്ലാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടല്ലേ വെച്ചത്. എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഇങ്ങനെ ഫയലൊക്കെ ആയിരിക്കും, ഫയല് ഇതൊക്കെ ആയിട്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഫാർമസിയിൽ ആ ഫയല് ഇപ്പൊ ഡോക്ടറിനെ കണ്ടിറങ്ങി കഴിയുമ്പോ ഡോക്ടറിന്റെ അടുത്ത് ഉണ്ടാവില്ല നേഴ്സ്. ആ നേഴ്സ് നമ്മളെ കണ്ട് ആ ഫയൽ കൊണ്ടുവന്ന് നേരെ ഫാർമസിയിലേക്ക് ഒരു ട്രേയിലേക്ക് വെക്കും ഇല്ലേ. അങ്ങനെയായിരുന്നില്ലേ നേരത്തെ? ആ ട്രേയിലേക്ക് വെച്ച് കഴിയുമ്പോഴാണ് അവിടുത്തെ ഫാർമസിസ്റ്റ് നോക്കി ഏതൊക്കെ മരുന്നാണെന്ന് നോക്കി ഒക്കെ എടുത്ത് നമുക്ക് തരുന്നത് അല്ലെ. അതിന്റെ ആ ഒരു പ്രൊസീജിയർ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അത് അടുത്ത പേജില് നമുക്ക്, അടുത്ത പേജാണോ? അടുത്ത പേജില് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഹോസ്പിറ്റൽ ഫോർമുലറി, ഡ്രഗ് ലിസ്റ്റിന്റെ ഇത് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ, അപ്പൊ എന്താ പ്രിസ്ക്രിപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ട്രേ. ഓക്കെ അല്ലേ? അത് വെക്കണം. എക്യുപ്മെന്റ്സിൽ വന്നേക്കണേ കേട്ടോ. പിന്നെ നോക്കിയേ, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഇനി മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്ന കബോർഡുകള് അല്ലെ. ഓരോ മരുന്നുകളും നമ്മൾ ഒരുമിച്ചാണ് ഫാർമസിയിൽ കൂട്ടിയിട്ടിട്ട് എടുത്തു തന്നെയാണോ അവർ ചെയ്യുന്നത്? എങ്ങനെ മരുന്നുകളൊക്കെ വെച്ചേക്കുന്നത്? ഓരോരോ കബോർഡില്. അത് പ്രോപ്പർ ഷെൽഫ്സ്, അതുപോലെ ഡ്രോയർ ഒക്കെ ഉള്ള നല്ല കബോർഡുകളില് അല്ലെ, ഷെൽഫ്സിലൊക്കെ വെക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് വേണം നമുക്ക്. ഇനി നോക്കിയേ, സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ് വിത്ത് കബോർഡ് സ്പേസ്. പിന്നെ അടുത്തത് നമ്മൾ അറിയാം, അടിഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഇത് വലിച്ച് എടുത്തിട്ട് മരുന്നൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നേ നമ്മുടെ വീട്ടിലില്ലേ, ഇങ്ങനെ മേശയുടെ ഒക്കെ താഴെ ബേസിലുള്ളത്. അതുപോലെ ഇതാണ് അടിഭാഗത്ത് നമ്മൾ ഈ കബോർഡുള്ള തരത്തിലുള്ള ഇത്.
പല പല പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുള്ള ഡ്രോയർ ക്യാബിനറ്റ്സുകൾ അങ്ങനെ ഡ്രോ ശരി ഡ്രോയൊക്കെ അപ്പൊ അങ്ങനെയുള്ള അതും വരുന്നത്. അപ്പൊ നമ്മൾ വലിച്ച് അതിൽ നിന്ന് മെഡിസിൻസ് എടുത്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ക്ലോസ് ചെയ്തിടാം ആ രീതിയിലുള്ളത്. മറ്റത് ഓപ്പൺ ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇത് സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് വിത്ത് കബോർഡ് ബേസ്. പിന്നെ നോക്കിയ വർക്ക് ടേബിൾ ആൻഡ് കൗണ്ടർ ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. ഇനി സ്ഥിരമായിട്ട് മരുന്നുകളൊക്കെ വിതരണം ചെയ്യാനായിട്ട് വർക്ക് ടേബിളും കൗണ്ടറും ഓരോ കൗണ്ടറില്ലേ കൗണ്ടർ നമ്പർ 1, 2 എന്നൊക്കെ പറഞ്ഞ് പല ഫാർമസിയുടെ പല കൗണ്ടറുകളായിട്ട് തിരിച്ചുണ്ട്. അതും എന്താണ് ടേബിളും വർക്ക് ടേബിളുകളും കൗണ്ടറുകളും. പിന്നെ അടുത്തത് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോണ്ട്. അതായത് നമ്മള് സിങ്കിന്റെ ഒപ്പം തന്നെ നമ്മള് ഈ കഴുകി വെക്കാനുള്ള ഒരു ഏരിയ കൂടെ ഉണ്ടാവുമല്ലോ ഉണക്കാനുള്ളത് ഡ്രെയിൻ ബോണ്ട്. സിങ്കും ഉണ്ടാവും അതിന്റെ ഒപ്പം തന്നെ എന്താണ് കഴുകി വെക്കാനുള്ള ഒരു ഇതും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കഴുകാനായിട്ട് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പൊ മിക്ക വീടുകളിലൊക്കെ അങ്ങനത്തെ സിങ്ക് ആണല്ലോ വെക്കുന്നത് അല്ലെ. ഒരു ഏരിയ പാത്രം കഴുകാൻ, അടുത്തത് അതിനോട് ചേർന്ന് സിങ്കിനോട് ചേർന്ന് തന്നെ ഉണ്ട് കുറച്ച് ഏരിയ ഡ്രെയിൻ ചെയ്യാൻ ഉണക്കാൻ വെക്കാൻ ഇല്ലേ. അങ്ങനെയില്ലേ നമ്മുടെ വീട്ടില് സിങ്കിനോട് ചേർന്നിട്ട്? പണ്ടൊക്കെ എന്താ വെറുതെ സിങ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ പിന്നെ വേറെ ഷെൽഫ്സിലേക്ക് നമ്മൾ മാറ്റണം. ഇതിപ്പോ പാത്രം കഴുകി അപ്പൊ തന്നെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യാനുള്ള ഏരിയയും ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ള ഇത് വേണം. പിന്നെ എന്താ വേണ്ടത് നോക്കിയേ, ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടോർ ആൻഡ് പിസ്റ്റിൽ. എന്താ പൊടിക്കാനും അരയ്ക്കാനൊക്കെ ഉള്ള സംഭവം വേണം ക്യാബിനറ്റ് ഇല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കുഞ്ഞ് ഇത് ഇങ്ങനെ മരുന്നുകളൊക്കെ പൊടിക്കുന്ന ഒരു സാധനം പൊടിക്കാനായിട്ട്? മരുന്ന് പൊടിക്കാനുള്ള ഒരു ഇത് ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും. വീട്ടിലുണ്ടായിരുന്ന ഒരു മാർബിളിന്റെ ഒരു ചെറുത് അച്ഛനറ്റോ രാജസ്ഥാനിന്നോ അങ്ങനെ എങ്ങാണ്ട് മേടിച്ചതാണ്. ചെറിയൊരു പാത്രം, അതിന്റെ ഒരു ചെറിയ പിസ്റ്റിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മള് ഗുളികയൊക്കെ ചിലപ്പോ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോ ചിലപ്പോ അവർക്ക് ടാബ്ലറ്റ് ആയിട്ട് മെഴുകാൻ പറ്റില്ല. അപ്പോൾ നമ്മളോട് പൊടിച്ച് കൊടുക്കാൻ പറയും. അപ്പൊ പൊടി പൗഡർ ഉണ്ട് എങ്കിലും അല്ലേ. അപ്പൊ ഈ മരുന്നുകളൊക്കെ പൊടിക്കാനും ഒക്കെ ഉള്ളതാണ് മോട്ടർ ആൻഡ് പിസ്റ്റിൽ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഉള്ളി മുളകൊക്കെ ചതയ്ക്കാനായിട്ട് ഒരു കുഞ്ഞു സംഭവം ഇല്ലേ. ഇപ്പൊ അവരുടെ വീട്ടിൽ അമ്മിയൊന്നും ഇല്ലല്ലോ. അമ്മിക്കല്ലൊക്കെ ഉണ്ടോ? ചെറിയ ഉരലില്ലേ അതുപോലത്തെ സംഭവം. അതിന്റെ വേറൊരു വേർഷൻ. ഓക്കെ, മോട്ടർ ആൻഡ് പിസ്റ്റിൽ. ഇത് മരുന്നൊക്കെ പൊടിക്കാനും ഒക്കെ ഉള്ളത്. അമ്മിയുള്ള വീടുണ്ടോ? വീട്ടിലുണ്ട് കേട്ടോ. ഉണ്ടല്ലേ. മിക്ക വീടുകളിലൊന്നും ആരരയ്ക്കാനല്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ നല്ല സുന്ദരമായിട്ട് അമ്മിക്കല്ലെല്ലാം കരച്ചാണ് കറിയൊക്കെ വെക്കണേ. ഇപ്പൊ അത് സമയമില്ല, പിന്നെ വൈകായികമാണ് അല്ലെ, അസുഖവുമാണ്. നടുവേദന, കൈവേദന, ആയുർവേദ ശരിയാ. ഇടികല്ല് ശ്രുതി കുട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെസ്സേജ് ഇട്ട് ശരിയാട്ടോ. ആയുർവേദ മരുന്നൊക്കെ നമ്മൾ ചിലപ്പോ പൊടിച്ച് കഴിക്കാനൊക്കെ അല്ലെ, കഷായത്തിലൊക്കെ കലക്കി കുടിക്കാനൊക്കെ പറയുമ്പോ അത് നമ്മൾ വെറുതെ എവിടെയെങ്കിലും കൊണ്ടുവന്നത് പൊടിക്കാൻ പറ്റുള്ളൂ. അതിനൊക്കെ വേണ്ടി അത്രേ ഉള്ളൂ. അതായത് നമുക്ക് മോട്ടോർ പിസ്റ്റിൽ അതൊക്കെ പൊടിക്കാനും ഇതൊക്കെ ഉള്ള ക്യാബിനറ്റ് വേണം. പിന്നെ അവിടെ നോക്കിയ കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽ ആൻഡ് ബീക്കർ. അപ്പൊ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഗ്ലാസ് പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണല്, ബീക്കർ ഇതൊക്കെ വെക്കാനുള്ള കബോർഡുകൾ വേണം. അവിടെ നമ്മൾ പറഞ്ഞില്ല പുതിയ മരുന്നുകളൊക്കെ മാനുഫാക്ചർ ചെയ്യേണ്ടെന്നൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങളും ഫ്ലാസ്കുകളും ഫണലും ബീക്കർ ഇതൊക്കെ അതൊക്കെ വെക്കാനുള്ള കബോർഡുകൾ വേണം. റെഫ്രിജറേറ്റർ ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. പിന്നെ എന്ത് വേണം? പിന്നെ ഒരു എക്യുപ്മെന്റ് ഏതാ? റെഫ്രിജറേറ്റർ വേണം ഇല്ലേ. കോൾഡ് സ്റ്റോറേജിൽ വെക്കാനായിട്ട് ഫ്രിഡ്ജ് അത് വേണം. സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്റർ വേണം. പിന്നെ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്താ? നാർക്കോട്ടിക് ഡ്രഗ്സ് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളില്ലേ, മോർഫിൻ, പെത്തഡിൻ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള മരുന്നുകള് സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ് വേണം. പെയിൻ കില്ലർ ശരിയാ. സെഡേഷൻ ശരിയാണ്. സെഡേഷൻസ്, പെയിൻ കില്ലർ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നത് സെഡേറ്റീവ് മരുന്നുകളൊക്കെ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകൾ സൂക്ഷിക്കാൻ പ്രത്യേകം ലോക്ക്ഡ് ഡ്രോയേഴ്സ് തന്നെ വേണം. ലോക്കുള്ള ഡ്രോയർ തന്നെ വേണം. വെറുതെ ആരൊക്കെ പെയിൻ കില്ലറൊക്കെ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ ആള് ക്ലോസ് ആയി പോകും അല്ലെ. സൂയിസൈഡ് ഒക്കെ ചെയ്യാൻ പെയിൻ കില്ലർ ഒക്കെ എടുത്ത് കുറച്ചൊക്കെ മാറി കഴിക്കും.
അതൊക്കെ ഒരു ആ ലിമിറ്റ് വിട്ടിട്ടൊന്നും കഴിക്കാൻ പാടില്ല. നമുക്കത് കറക്റ്റ് ഇതൊക്കെ ഡോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ സെപ്പറേറ്റ് ലോക്കൽ ഡ്രോയേഴ്സിൽ തന്നെ വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. പിന്നെ എന്താ, ഒരു ഓഫീസ് ഡെസ്ക്, അത് ടെലിഫോൺ കണക്ഷൻ വേണം അല്ലെ, ഫാർമസിയിലേക്ക് എന്തായാലും ഒരു ഫോൺ കാര്യങ്ങൾ വേണം. പല ഡിപ്പാർട്ട്മെന്റിന്റെ സെക്ഷനിലൊക്കെ ഫാർമസിയിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നതൊക്കെയാണ് അല്ലെ. അപ്പൊ പലർക്കും നമുക്ക് ആദ്യം കോണ്ടാക്ട് ചെയ്യാനും ഫാർമസിയിലെ ടെലിഫോൺ കണക്ഷൻ ഉള്ള ഓഫീസ് ഡെസ്ക്, ഫയൽ ക്യാബിനറ്റ് വേണം. പിന്നെ അടുത്ത ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ്. അതൊന്ന് നോക്കിയ ടെക്സ്റ്റില് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നതിൽ അവിടെ തെറ്റായിട്ടാ. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റില്? നഴ്സസ് തന്നെയാണോ അവിടെ? യെസ്, ഓക്കെ. നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ് ആണ്. ഓക്കെ, അതായത് ഔട്ട് പേഷ്യൻസിനും നഴ്സസിനും ഒക്കെ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ഡിസ്പെൻസിങ് വിൻഡോ വേണം. Dispensing window for nurses and outpatients. നഴ്സിനും ഔട്ട് പേഷ്യന്റിനും ഒക്കെ എന്താണ് ഈ മരുന്നുകൾ വിതരണം ചെയ്യാനുള്ള ഒരു വിൻഡോ വേണം. അത്രയാണ് എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഓക്കെ ആണോ? യെസ്, അതൊക്കെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. സ്റ്റാഫിംഗ് ആണ്. ഇത് അവിടെ ഒന്ന് ആദ്യം തന്നെ ടിക്കറ്റ് വെച്ചോ. ഈ ടേബിള് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഞാൻ കണ്ടിട്ടില്ലേക്ക് വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ 26th ബാച്ചായി, ഒന്നാമത്തെ ബാച്ച് ഒടുക്കി സ്ഥിരം ചോദിക്കാറ് ഒന്നില്ലെങ്കിൽ മൊഡ്യൂൾ എക്സാമിന് ചോദിക്കും, അല്ലെങ്കിൽ മെയിൻ എക്സാമിന് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാഫിംഗ്. അവിടെ നിങ്ങൾ ടിക്കറ്റ് വെച്ചോ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു പെൻസിൽ കൊണ്ട് അവരെ കൊണ്ട് ടിക്കറ്റ് ഇമ്പോർട്ടന്റ് ആ എഴുതി വെച്ചോ. There should be drugs and therapeutic committee for advice and decision making. ഞാൻ പറഞ്ഞല്ലോ, ആരാണ് മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും ഉപദേശങ്ങളൊക്കെ നൽകാനും ഉള്ളതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് അതിന് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ ഉള്ളതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ട്. ഇനി to make the decision about the pharmacy committee, അല്ലെ, ഫാർമസിയെ കുറിച്ച് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇനി അതിന്റെ ബേസില് ഫാർമസിസ്റ്റ്, എത്ര ഫാർമസിസ്റ്റ് വേണമെന്നാണ്. ഫാർമസിസ്റ്റ് റിക്വയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബെഡ് സ്ട്രെങ്ത്. ആ ഹോസ്പിറ്റലിലെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് എന്താണ്, എത്ര ഫാർമസിസ്റ്റ് വേണം. അപ്പോ ഒന്നാമത്തെ ടേബിളിൽ കൊടുത്തേക്കുന്നത് ബെഡ് സ്ട്രെങ്ത്തും, രണ്ടാമത്തെ ഇതിനകത്ത് നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, എത്ര ഫാർമസിസ്റ്റ് വേണം എന്നുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ബെഡ് സ്ട്രെങ്ത്തും നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കി അപ് ടു 50 ബെഡ്സ് ഇങ്ങനെ തന്നെ പഠിക്കണം. 50 ബെഡ്സ് വരെയുള്ള ഹോസ്പിറ്റലില് എത്ര ഫാർമസിസ്റ്റ് വേണം? ആ ഫാർമസിയിൽ എത്ര ഫാർമസിസ്റ്റ് വേണം? 3 ഫസ്റ്റ് ആണ് അത്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അഡ്വൈസ് ചെയ്തേക്കാണ് അത്രയും വേണം. അപ് ടു 50 ബെഡ്സ് എത്രയാണ്? നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് എത്രയാണ്? 3. അപ് ടു 100 ബെഡ്സ് 100 ബെഡ്സ് വരെയാണെങ്കിൽ 5. അപ് ടു 200 ബെഡ്സ് വരെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ്, എത്ര പേര് വേണം? 8. Then up to 300 beds എത്രയാണ്? 10. Up to 500 beds 50 ഫാർമസിസ്റ്റ് വേണം. അത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് 50 കഴിഞ്ഞാൽ 100, 200, 300, 500 ഇൻക്രീസിങ് അല്ലേ? ഇൻക്രീസിങ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് കൂടി വേണ്ടേ? ബെഡ് സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫാർമസിസ്റ്റിന്റെ എണ്ണം കൂടും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ആ നമ്പർ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. 3, 5, 8, 10, 15. പിന്നെ നിങ്ങൾക്ക് എഴുതാലോ 3, 5, 8, 10, 15. അതാണ് എളുപ്പം. ഓരോന്നും ഇങ്ങനെ പഠിക്കുന്നേക്കാളും ആ നമ്പർ അങ്ങ് പഠിച്ചു വെക്കുക. 50, 100, 200, 300, 500 അത്രയേ ഉള്ളൂ. അപ്പൊ ഓരോന്ന് നോക്കുക. 3, 5, 8, 10, 15. ഓക്കെ അല്ലേ? അപ്പൊ ഈ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് എത്ര ഫാർമസിസ്റ്റ് വേണം അതാണ് ആ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്നില്ലെങ്കിൽ മൊഡ്യൂൾ എക്സാമിന് അല്ലെങ്കിൽ മെയിൻ എക്സാമിന് ഈ ചാപ്റ്ററിന്റെ ഈ ക്വസ്റ്റ്യൻസ് മിക്കവാറും തന്നെ കാണാറുള്ള, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വിരളുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ എന്തായാലും ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങളൊന്ന് അത് നോട്ട് ചെയ്ത് പഠിക്കുക, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. ഓക്കെ,
അത്രയും കാര്യങ്ങളാണ് ഇത് നമ്മൾ പഠിച്ചത്. ഇനി എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു, പിന്നെ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ എക്യുപ്മെന്റ്സുകൾ പറഞ്ഞു, പിന്നെയാണ് സ്റ്റാഫിങ്. ബെഡ് സ്ട്രെങ്ത് അനുസരിച്ച് സ്റ്റാഫിങ്ങിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് ഇന്ന് ഡെഫിനേഷൻ കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇനിയിപ്പോ നാളെ എന്താ പറയാ, നാളെ വ്യാഴാഴ്ച. ഓക്കെ, നാളെ നമ്മുടെ ക്ലാസ് ഉണ്ടല്ലോ. ഇനി മുതൽ അപ്പോ എനിക്ക് ഇവിടെ ഒരു ക്ലാസ് കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടൈം ടേബിൾ, പുതിയ ബാച്ചുകളൊക്കെ വന്നപ്പോൾ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ക്ലാസ് എക്സ്ട്രാ എനിക്കും നിങ്ങൾക്ക് ആതിര മിസ് എടുക്കണ്ടല്ലോ. ആതിര മിസ് എടുക്കുന്നില്ലേ? മിസ്സിനും കൂടി ഇട്ട് തന്നേക്കാണ് കേട്ടോ. തൽക്കാലം നിങ്ങൾക്ക് എന്താണ് ഓരോ എക്സ്ട്രാ അവറും കൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരുന്നുണ്ട്. ടൈം ടേബിളുകളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴേ കുഴപ്പമില്ലല്ലോ അല്ലെ? വേറെ പ്രശ്നമില്ല. ഞാനാവുമ്പോ പിന്നെ ഞാൻ പറഞ്ഞ പിള്ളേരെ എനിക്ക് അറിയാലോ, എന്റെ കുട്ടികളാണ്. 2 ക്ലാസ് ഓൾറെഡി ഞാൻ എടുക്കുന്നതല്ലേ, അപ്പൊ ഒരു ക്ലാസ് കൂടി ഞാൻ കയറിക്കൊള്ളാന്ന് പറഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ചാപ്റ്റർ ഉള്ളൂ. ഇനി അവിടെ ഈ ഒരു ഫാർമസി കഴിഞ്ഞിട്ട് അവിടെ ആതിര മിസ് ബാക്കി വെച്ചേക്കുന്ന ഒരു ചാപ്റ്റർ ഇല്ലേ, കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഡയാലിസിസ് അല്ലേ മക്കളെ? ഡയാലിസിസ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? CRRT വരെയൊക്കെ എടുത്തു നോക്കുന്നു. മിസ് ഇപ്പൊ തൽക്കാലം ഇത് ഒരു മാസത്തേക്ക് ഇവിടെ ലീവും ആണ് കേട്ടോ. ലീവും ആണ് മിസ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ അങ്ങനെ പറഞ്ഞു ചെയ്ത് പോകുന്നത്. പിന്നെ ഇനി വേറൊരു മിസ്സിന് ഇനിയിപ്പോ കേൾക്കണ്ടല്ലോ, നമുക്ക് അവിടെ ഫ്രീ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്ക് അവിടെ 3 hours ഉള്ളതായിരുന്നു. ഒരു എക്സ്ട്രാ അവർ കൂടി ഇട്ടതാണ്. ഇനിയിപ്പോ ഇത്രയും നമ്മൾ കുറെ നാള് ക്ലാസ് എടുത്തപ്പോ ഒരു പരിചയമായല്ലോ, ഇനി പുതിയൊരാള് കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ. ഓക്കെ, പ്രശ്നമല്ലല്ലോ അല്ലെ? ഞങ്ങൾക്ക് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ, നമ്മളിപ്പോ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് ഫാർമസി അങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് മിസ്സിന് അത്യാവശ്യമായിട്ട് ഒരു മാസത്തേക്ക് ഇങ്ങനെ ലീവ് പറഞ്ഞാണ്. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ആരാ നിങ്ങൾക്ക്? നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, നാളെയും കൂടി നമുക്ക് ഉണ്ട് കേട്ടോ. നാളെ നെക്സ്റ്റ് മാം നോ പ്രോബ്ലം, അത് പ്രശ്നമില്ല അല്ലെ? നിങ്ങൾക്ക് ആരെടുത്താലും എന്താ, നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, നല്ല രീതിയിൽ ക്ലാസ്സുകൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.